ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, പേരാമ്പ്രയിൽ ഇന്നലെ നടന്ന ഒരു സംഘർഷം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റൊക്കെ എതിരെ ഇപ്പോൾ പ്രധാനമായിട്ടും കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ പോലീസിന്റെ ആ ഒരു നരനായിട്ട് നമ്മൾ കണ്ടതാണ്. ഷാഫിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതൊക്കെ എത്തി വലിഞ്ഞിട്ട് ആ ദൃശ്യത്തിൽ കൃത്യമായിട്ട് കാണാം. എത്തി വലിഞ്ഞൊക്കെ തന്നെ കൃത്യമായിട്ട് ഷാഫിയെ തന്നെ ലക്ഷ്യം വെച്ചുള്ള അടിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയും പ്രധാനമായിട്ടും ഈ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. അതായത് ഇന്നലെ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിന് മുൻപന്തിയിൽ നിന്നത് ഇത് UDF ആണ്. UDF പ്രവർത്തകർ തന്നെയാണ്. ഷാഫി പറമ്പിലൊക്കെ തന്നെ ഇവിടെ നിന്നില്ലാതെ ഓടിയെത്തുകയായിരുന്നു. അതൊരു സംഘർഷം ഉണ്ടാക്കി ഒരു ലൈം ലൈറ്റിൽ നിൽക്കുക, അല്ലെങ്കിൽ യുവ നേതാക്കൾക്കൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് അതിനെ മാറ്റുകയായിരുന്നു ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇന്നലത്തെ സംഘർഷം എന്ന് പറയുന്നത് ആ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ കോളേജിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൈസിന്റെ സ്ഥാനാർത്ഥി ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിക്കുന്നു. അതിന്റെ ആഹ്ലാദ പ്രകടനത്തെ തലേന്ന് തന്നെ പ്രകടനം നടക്കുന്നു. ഇരുകൂട്ടരും ബാക്കി എല്ലാ സീറ്റിലും SFI ജയിച്ചു, ചെയർമാൻ സീറ്റിൽ മാത്രം KSU ജയിക്കുന്നു. അപ്പൊ SFIയും KSUവും അവിടെ ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറാവുന്നു. KSU പ്രവർത്തകര് അല്ലെങ്കിൽ ഈ ചെയർമാനെ തന്നെ പുറത്തേക്ക് വിടാതെ അവിടെ തടഞ്ഞു വെക്കുന്നു. അതിന്റെ പേരിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. ഇതേ തുടർന്നാണ് പേരാമ്പ്രയിൽ ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. വൈകിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തിന്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സമാന്തരമായിട്ട് മറുവശത്തുനിന്ന് SFIയുടെ പ്രകടനം അല്ലെങ്കിൽ CPMന്റെ പ്രകടനവും നടക്കുന്നു. ഇങ്ങനെ ഈ രണ്ടു കൂട്ടരും മുഖാമുഖം വരുന്നൊരു ഘട്ടത്തിലാണ് പോലീസ് നടുക്കുവന്ന് ഇവര് തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പോലീസ് അതിന്റെ രണ്ടു കൂട്ടരുടെയും മധ്യത്തിലേക്ക് നിലയുറപ്പിക്കുന്നത്. പക്ഷെ അതിനിടയിലാണ് ഈ പറഞ്ഞ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് എത്തിച്ചേരുന്നത്. അവർ മുൻനിരയിൽ നിന്ന് പ്രവർത്തകരെ അനുനയിപ്പിക്കാനും അതുപോലെ അക്രമം ഉണ്ടെങ്കിൽ സംഘർഷം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ശ്രമിക്കുന്നതിനിടയിലാണ് അത്ര വലിയ ഒരു സംഘർഷം. അതായത് പോലീസ് മധ്യത്തിൽ നിൽക്കുന്നു, SFIക്കാരും KSUക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നില്ല. പോലീസാണ് മധ്യത്തിൽ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രവർത്തകര് തള്ളിക്കയറാൻ ശ്രമിക്കും. പക്ഷെ അവിടെ കണ്ട കാഴ്ച ഇന്നലെ പോലീസ് പറഞ്ഞത് ഞങ്ങൾ ലാത്തി ഉപയോഗിച്ചിട്ടില്ല, ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിച്ചപ്പോൾ അല്ലെങ്കിൽ ഗ്രനേഡ് എറിഞ്ഞ പൊട്ടിത്തെറിച്ചുള്ള പരിക്കാണ് ആയിരിക്കാം, അവിടെ ലാത്തി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കൃത്യമായി തന്നെ നമ്മൾ കണ്ടു ഷാഫി ഇന്നലെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പിന്നീട് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നതൊക്കെ കാഴ്ചയൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ്. ഇന്നിപ്പോ പോലീസിന്റെ വാദം പൊളിച്ചുകൊണ്ട് ആ ലാത്തി അടിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതിന് പുറകിൽ നിന്നൊക്കെ ഏന്തി വലിഞ്ഞും ഷാഫിയെ ലക്ഷ്യമാക്കി ഒരടി ഷാഫിയുടെ തലയ്ക്ക് കൊള്ളുന്നു, മറ്റൊരടി മുഖത്ത് കൊള്ളുന്നു. ഇതൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി റോഡ് ലക്ഷ്മി ഇന്നലെ മുന്നോട്ട് വെച്ച വാദങ്ങൾ കൃത്യമായി തന്നെ പൊളിയുകയാണ്. ഈ പോലീസിന്റെ വെർഷൻ ഏറ്റുപിടിച്ചാണ് DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ VK സനോജ് പറഞ്ഞത് ഇതൊരു ഷാഫി ഷോയാണ്, കയ്യിൽ മഷിക്കുപ്പിയായിട്ട് നടന്ന് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് എന്ന രീതിയിൽ അതിനെ വല്ലാതെ പരിഹസിക്കുന്ന ഒരു Facebook പോസ്റ്റൊക്കെയാണ് സനോജിന്റേതായിട്ട് വന്നത്. ഇന്നിപ്പോ മെഹബൂബ് എന്ന് പറയുന്ന ഒരു CPM ജില്ലാ സെക്രട്ടറി പറയുന്നതും അവിടെ നടന്നത് ഒരു ഷാഫി ഷോയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഒരു ഫാൻ അസോസിയേഷനായിട്ട് അതപ്പതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ആസൂത്രിത ശ്രമമാണ്. ഷാഫിയും പ്രവീൺ കുമാറും വന്നതിന് ശേഷമാണ് അവിടെ പ്രകടനം അക്രമാസക്തമായത്. അത് മനഃപൂർവ്വം ബോധപൂർവം ഈ പറഞ്ഞ യുവ നേതാക്കൾക്ക് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. ഷാഫിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. DYFIയുടെ കയ്യിൽ നിന്ന് ഗ്രനേഡ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ പൊട്ടുകയാണ്. ആ പൊട്ടലിലാണ് ഷാഫിക്ക് പരിക്കേറ്റത് എന്നൊക്കെയാണ് ഇപ്പോ CPM പറയുന്നത്. പക്ഷെ ഇതൊക്കെ ശരിയല്ല. ലാത്തി കൊണ്ട് അടിച്ചു. അത് ഷാഫി എന്ന് പറയുന്ന MP അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏതോ പോലീസുകാരൻ പിന്നിൽ നിന്ന് ഷാഫിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അടിച്ചതാണ് ഇതെന്നുള്ളതാണ് വസ്തുത. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് MPക്ക് നേരെ അടിക്കുമ്പോൾ അത് പോലീസുകാർക്ക് അറിയായികയൊന്നുമല്ല. അങ്ങനെ മുൻനിരയിൽ MPയും അതുപോലെ DCC പ്രസിഡന്റും ഒക്കെ ഉള്ളപ്പോൾ ഈ രീതിയിൽ ഈ പറഞ്ഞ പോയിന്റ് ബ്ലാങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ഗ്രനേഡ് പൊട്ടിക്കുകയോ ഒന്നും സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇന്നലെ അത് സംഭവിച്ചു. ഇതിലെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ പരസ്പരമുള്ള ഒരു പ്രകടനത്തിനിടയിൽ ആ പ്രകടനക്കാരെ ശാന്തരാക്കാൻ MPയും DCC പ്രസിഡന്റും വരുന്നു. അവർക്കാണ് നിലമർദ്ദനം ഏൽക്കുന്നത്. പ്രത്യേകിച്ച് ഷാഫിയുടെ മൂക്കിന്റെ അതൊരു ഷോയാണ്, മൂക്കിൽ നിന്ന് ചോര ഒലിക്കുന്നതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നൊക്കെയുള്ള ആ വെർഷൻ കൃത്യമായി പൊളിയുന്നു. ഷാഫിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയും വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരാഴ്ചയെങ്കിലും വിശ്രമം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും MPയൊക്കെ ഈ രീതിയിൽ ആക്രമിക്കാമോ അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ കൽപ്പിച്ചു കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കാമോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന് സാധാരണഗതിയിലുള്ളതിനേക്കാൾ വലിയ
ഒരു വാർത്താ പ്രാധാന്യം വരുന്നതും കേരളം മുഴുവൻ ഇന്നലെ രാത്രി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും പേരാമ്പ്രയിലും കോഴിക്കോടും എല്ലാം വലിയ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്നലെ രാത്രി തന്നെ വലിയ രീതിയിൽ പഠനം നടക്കുകയാണ്. അപ്പൊ പോലീസ് ഇപ്പൊ കൃത്യമായി തന്നെ പോലീസ് വെർഷൻ പൊളിയുകയാണ്. ആ പോലീസ് വെർഷൻ ഏറ്റെടുത്ത് കോൺഗ്രസിനെയും ഷാഫി പറമ്പിലിനെയും പരിഹസിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐക്കാരും CPM നേതൃത്വം എല്ലാം ഇപ്പോ സത്യം പറഞ്ഞാൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അവിടെ ലാത്തി ചാർജ് നടന്നിട്ടുണ്ട്. ആ ലാത്തി ചാർജിൽ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടത് ഷാഫിയാണ്. മറ്റു പ്രവർത്തകർക്കൊക്കെ ഒരു പരിധിവരെ ഗ്രനേഡ് പൊട്ടിയപ്പോൾ അതിന്റെ ചീള് തറച്ചൊക്കെയാണ് കണ്ണിനൊക്കെ പരിക്കേറ്റിരിക്കുന്നത്. അവർക്കും പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം വലിയ ഒരു പോലീസ് നടപടിയുടെ അല്ലെങ്കിൽ ഒരു ബലപ്രയോഗത്തിന്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ വലിയ ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് പറയുന്നത് ഇപ്പോ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ ഉയരുന്ന വികാരം തിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ മുൻപേ തന്നെ ഷാഫി പറമ്പിൽ സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന പല വിഷയങ്ങളിലും അതിന്റെ ഒരു പക വീട്ടാൻ തക്കം പാത്തു നിന്ന് കിട്ടിയ അവസരം മുതലെടുത്ത് അദ്ദേഹത്തിന്റെ മൂക്കടിച്ച് തകർത്തതാണ്, തലക്കടിച്ചതാണ് എന്ന രീതിയിലുള്ള ഒരു വെർഷനും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഏതായാലും അവസാന വിശകലനത്തിൽ ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാ സ്ഥലത്തും വലിയ പ്രതിഷേധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് IG ഓഫീസിലേക്കുള്ള മാർച്ച് ഏത് സമയത്തും അക്രമാസക്തമാകാവുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന ഒരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ എന്തായാലും CPM-ന്റെയും DYFI-യുടെയും വെർഷൻ പൊളിയുന്നു. ആദ്യം പൊളിഞ്ഞത് പോലീസിന്റെ വെർഷനാണ്. ലാത്തി അവിടെ ഉയർത്തിയിട്ടേ ഇല്ല, വീശിയിട്ടേ ഇല്ല, അടിച്ചിട്ടേ ഇല്ല എന്നുള്ള വാദം കൃത്യമായി പൊളിയുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നതോടുകൂടി പോലീസ് പ്രതിരോധത്തിലായി, പോലീസ് നാണം കെടുന്നു. മാത്രമല്ല അത് ഏറ്റുപിടിച്ച DYFI നേതാക്കളും CPM-ഉം വല്ലാതെ ജാള്യതയിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 1000 പേർക്കെതിരെ മറ്റാണ് അവിടെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയായിട്ട് ഷാഫി പറമ്പിലിനെ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും വലിയ രീതിയിൽ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വളരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഇതിലൂടെ കണ്ടത് ഷാഫിയെ പോലൊരു നേതാവിനെ കൈവച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ തല്ലിയാൽ സാധാരണ ഒരു പ്രതികരണത്തിലേക്ക് ഒതുങ്ങി പോവും കോൺഗ്രസ്സുകാരല്ലേ, അവർക്ക് അത്ര വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാവില്ല എന്ന കണക്കുകൂട്ടലും CPM-ന്റെ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ്. കേരളത്തിലെ എല്ലായിടത്തും പ്രതിഷേധം, രോഷം, എല്ലാം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി മുതൽ കാണുന്നത്. ഇന്നിനി എന്തെല്ലാം ഉണ്ടാകും, എന്തെല്ലാം രീതിയിൽ എവിടെയൊക്കെ പ്രവർത്തകർ അക്രമാസക്തരാകും എന്ന് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഷാഫിക്ക് മർദ്ദനമേറ്റ സംഭവം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവരെ എന്താ പറയാ രോഷത്തിലാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രതികരണങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ സമരങ്ങളിലും ഉണ്ടാകും എന്ന് തീർച്ചയാണ്. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.